ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇതിനു വേണ്ടി ഞാൻ ഒരു ചെറിയ കപ്പിൽ കടല എടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള സവാള നൈസായി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇവിടെ കടലയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 6 വിസിൽ വേണ്ടി വന്നു. ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം. ഇനി ഞാനിതൊന്ന് പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി വരണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി വരുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു പച്ചമുളകും ചേർത്ത് ഒന്ന് അരച്ചെടുത്തതാണ്. നല്ലപോലെ ഫൈനായി അരച്ചെടുക്കണം. പച്ചമുളക് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. കടലയൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിലേക്ക് കടുകൊക്കെ താളിച്ച് ചേർക്കുന്നുണ്ട്. അത് മതിയാവും. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകൊക്കെ ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.